കാസർഗോഡ് മൂന്നാം കടവിൽ കൂവാരയിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. വ്യാപകമായി കൃഷി നാശവും മറ്റും രേഖപ്പെടുത്തി. പക്ഷേ ആളുകൾ സുരക്ഷിതരാണെന്ന് അന്ന് ആശ്വാസം കൂടിയുണ്ട്. സിജു കണ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. സിജു, എപ്പോഴാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്? ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ ഭീഷണികൾ നിലനിൽക്കുന്നത്? അജിൻഷാദ്, ഇന്നലെ രാത്രി തുടർന്ന് ശക്തമായ മഴയിലാണ് കാസർഗോഡ് മൂന്നാം കടവ് കൂവാരയിൽ മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിലിൽ വ്യാപക കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. തെങ്ങ്, കവുങ്ങ് ഉൾപ്പെടെയുള്ള വിളകൾ നശിച്ചിട്ടുണ്ട്. ആളുകൾ സുരക്ഷിതരാണ്. ഒരു തരത്തിലുള്ള അപകടവും നിലവിൽ ഇല്ല എന്നാണ് അറിയിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഭീഷണി ഉള്ളതായി ഇപ്പോൾ അധികൃതർ പറയുന്നില്ല. പ്രദേശത്തുള്ള ചെറിയ കുളങ്ങളും അതോടൊപ്പം തന്നെ തോടുകളും മണ്ണിടിച്ചിൽ നികർന്നു പോയിട്ടുണ്ട്. കാസർഗോഡ് 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ ചെറിയ രീതിയിലുള്ള മഴക്കെടുതികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാസർഗോഡ് ഇന്ന് രാവിലെ കുറ്റിക്കോലിൽ കൈവരിയില്ലാത്ത പാലത്തിൽ നിന്ന് കാർ പുഴയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. കാറിലുണ്ടായിരുന്ന കാഞ്ഞങ്ങാട് സ്വദേശികളായ റാഷിദ്, തസ്രീഫ് എന്നിവരെ നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. കനത്ത മഴയിൽ പള്ളഞ്ചി പുഴയിൽ നിന്ന് വെള്ളം കയറി മൂടിയ പാലത്തിലൂടെ കർണാടക പുത്തൂർ ഭാഗത്തേക്ക് ഇവർ യാത്ര ചെയ്യുമ്പോഴായിരുന്നു അപകടം. കനത്ത ശക്തമായ ഒഴുക്കിൽ ഇവരുടെ കാർ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. പാലത്തിന് താഴേക്ക് വീഴുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ടതോടെ ഇരുവരും വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ഇവരെ രക്ഷപ്പെടുത്തി. മധുവാഹിനി പുഴ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ഇന്ന് രാവിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ശ്രീകോവിലിന്റെ പടിക്കെട്ട് വരെ വെള്ളമെത്തി. സാധാരണ നിലയിൽ ശക്തമായ മഴയിൽ ഈ പ്രദേശത്ത് വെള്ളം കയറുന്ന ഒരു മേഖലയാണ്. ക്ഷേത്രത്തിന് സമീപത്തെ കടകളിലും വെള്ളം കയറിയിരുന്നു. ദേശീയപാതയിൽ ബേവിഞ്ചിയിൽ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഗതാഗത തടസ്സം നീക്കാനുള്ള ശ്രമം നടക്കുന്നു. വലിയ വാഹനങ്ങൾ ദേശീയപാതയിലൂടെ കടന്നു വരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മധുവാഹിനി പുഴ കര കവിഞ്ഞൊഴുകിയതോടെ പട്ടേൽ 10ലേറെ വീടുകളിൽ വെള്ളം കയറി. ഇവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പതിവായി എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. ഈ മേഖലയിൽ നിന്ന് മധുവാഹിനി പുഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുകയായിരുന്നു. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് തോണിയിലും റെസ്ക്യൂ ബോട്ടിലുമാണ് ഇവരെ മാറ്റിയത്. തൊട്ടടുത്തുള്ള ബന്ധുവീടുകളിലേക്കാണ് ഇവർ മാറി താമസിച്ചിരിക്കുന്നത്. കാസർഗോഡ് പുഴകളിലും അതോടൊപ്പം തന്നെ തോടുകളിലുമെല്ലാം തന്നെ ജലാശയങ്ങളിലുമെല്ലാം തന്നെ ജലനിരപ്പ് ഉയരുന്നുണ്ട്.